ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, ജോയ ലുക്കാസ്. പരമ്പരാഗത രീതിയിലുള്ള തൃശൂർ പൂരം വെടിക്കെട്ടിന് കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗം അനുമതി നൽകി. ചില ഉപാധികളോടെയാണ് അനുമതി. തൃശൂർ പൂരം വെടിക്കെട്ടിന് അനുമതി ലഭിച്ചതോടെ തട്ടക നിവാസികളും പൂരപ്രേമികളും ആഹ്ലാദത്തിൽ. വെടിക്കെട്ട് മികച്ച രീതിയിൽ തന്നെ നടത്തുമെന്ന് ദേവസ്വങ്ങൾ. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് അടക്കമുള്ള ചടങ്ങുകൾ നിയമപ്രകാരം നടത്താൻ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി വി.എസ്. സുനിൽകുമാർ. തൃശൂർ പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ജില്ലയിലെ 3 മന്ത്രിമാരെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും സുനിൽകുമാർ. പാചകവാതക വില കുറഞ്ഞു. സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറിന് 96 രൂപ 50 പൈസയും സബ്സിഡിയുള്ള സിലിണ്ടറിന് വില 91 രൂപയും കുറച്ചു. ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭരണഘടനാപരമായി പ്രവർത്തിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി. സുധാകരൻ. ജില്ലാതലത്തിലും മണ്ഡലതലത്തിലും സോഷ്യൽ ഓഡിറ്റ് കൊണ്ടുവന്ന് അഴിമതിരഹിതമാക്കുമെന്നും മന്ത്രി. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ കടയടപ്പ് സമരം തുടങ്ങി. ഭക്ഷ്യസുരക്ഷാ നിയമം കൃത്യമായി പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അനിശ്ചിതകാല സമരം. തൃശൂർ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവരെ വഞ്ചിച്ചതായി ആക്ഷേപം. പണം നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി 300ഓളം നിക്ഷേപകർ രംഗത്ത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പരമ്പരാഗത രീതിയിലുള്ള തൃശൂർ പൂരം വെടിക്കെട്ടിന് കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗം അനുമതി നൽകി. വെടിക്കെട്ട് സംബന്ധിച്ച് അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കും ഇതോടെ വിരാമമായി. ഉപാധികളോടെയാണ് വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകിയത്. ഗുണ്ട് 6.8 ഇഞ്ച് വ്യാസത്തിൽ മാത്രമേ നിർമ്മിക്കാൻ അനുമതിയുള്ളൂ. കുഴിമിന്നി 4 ഇഞ്ച് വ്യാസത്തിലും അമിട്ട് 6 ഇഞ്ച് വ്യാസത്തിലും നിർമ്മിക്കണം. ഡൈനയ്ക്ക് അനുമതി ലഭിച്ചിട്ടില്ല. ഒലപ്പടക്കം പൊട്ടിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ബുധനാഴ്ചയാണ് സാമ്പിൾ വെടിക്കെട്ട്. വെടിക്കെട്ടിനുള്ള അനുമതി വൈകിയതോടെ പൂരം കൊടിയേറ്റം നാളിൽ പരമ്പരാഗത വെടിക്കെട്ട് ഒഴിവാക്കിയിരുന്നു. ദിവസങ്ങൾ നീണ്ട ആശങ്കയ്ക്കും കാത്തിരിപ്പിനുമൊടുവിൽ തൃശൂർ പൂരം വെടിക്കെട്ടിന് കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗത്തിന്റെ അനുമതി ലഭിച്ചതോടെ ഏറെ സന്തോഷത്തിലാണ് തട്ടക നിവാസികളും പൂരപ്രേമികളും. വെടിക്കെട്ടിന് അനുമതി ലഭിച്ചതിലുള്ള നന്ദിയും സന്തോഷവും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ സംയുക്ത വാർത്താ സമ്മേളനത്തിലൂടെ പങ്കുവച്ചു. ഉള്ള സമയം കൊണ്ട് വെടിക്കെട്ട് മികച്ച രീതിയിൽ തന്നെ നടത്തുമെന്നും ദേവസ്വങ്ങൾ. കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗം നൽകിയ അനുമതിയിൽ ഗുണ്ട്, അമിട്ട്, കുഴിമിന്നൽ എന്നിവയുടെ വലിപ്പത്തിലും തീവ്രതയിലും വലിയ തോതിൽ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിലും ഇനി ബാക്കിയുള്ള സമയം കൊണ്ട് പരമ്പരാഗത ശൈലിയിൽ പരമാവധി മികച്ച രീതിയിൽ തന്നെ തൃശൂർ പൂരം വെടിക്കെട്ട് നടത്താനുള്ള ഒരുക്കത്തിലാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ. വെടിക്കെട്ടിന് അനുമതി ലഭിച്ചതിലുള്ള സന്തോഷവും ദേവസ്വം ഭാരവാഹികൾ സംയുക്ത വാർത്താ സമ്മേളനത്തിലൂടെ പങ്കുവച്ചു. പൂരം ആഘോഷപൂർവ്വം തന്നെ നടത്തും. ആശങ്കയുടെ ദിവസങ്ങൾ അവസാനിപ്പിച്ച് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഓർഡർ ലഭിച്ചതോടുകൂടി തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഒരു യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇതിൽ ഏറ്റവും വലിയൊരു വിജയം എന്താ വെച്ചാൽ ഈ ശിവകാശി ലോബിയുടെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്തേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ കേരളത്തിലെ വെടിക്കെട്ട് തന്നെ അവസാനിച്ചാൽ, അതായത് പരമ്പരാഗതമായിട്ടുള്ള എല്ലാ വെടിക്കെട്ടും അവസാനിച്ച് തൃശ്ശൂർ പൂരം കൂടി ശിവകാശി പൊട്ടിച്ചിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നില്ല. എന്താ വെച്ചാൽ ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ശിവകാശി പോയിരുന്നപ്പോൾ വളരെ കൂൾ റെസ്പോൺസ് ആയിരുന്നു. ഇതൊന്നും നടക്കില്ല, നിങ്ങൾക്ക് 200 കൊല്ലം പൊട്ടിച്ച് നിങ്ങളുടെ ഭാഗ്യമാണ്, ഇതും കൊണ്ട് നിങ്ങൾ മടക്കൂ എന്നുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു അവരിൽ നിന്നും. ഇത് കേരളത്തിനെ സംബന്ധിച്ച് ഇത് വലിയൊരു മേജർ ബ്രേക്ക് ത്രൂ ആണ്. വെടിക്കെട്ടിന് അനുമതി ലഭിക്കാൻ സഹായിച്ച കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാരായ വി.എസ്. സുനിൽകുമാർ, എ.സി. മൊയ്തീൻ, പ്രൊഫസർ സി. രവീന്ദ്രനാഥ് എന്നിവർക്കും ജില്ലാ ഭരണകൂടം, ബി.ജെ.പി. നേതാക്കൾ എന്നിവർക്കും ഡിവിഷൻ കൗൺസിലർ എം.എസ്. സമ്പൂർണ്ണയ്ക്കുമുള്ള നന്ദിയും ഇരു ദിവസങ്ങളും അറിയിച്ചു. സാമ്പിൾ വെടിക്കെട്ടിനും പൂരം വെടിക്കെട്ടിനുമുള്ള വെടിക്കെട്ട് സാമഗ്രികൾ ഒരുക്കലും കുഴികൾ തയ്യാറാക്കുന്ന പണികളും ചൊവ്വാഴ്ച ആരംഭിക്കും. പാറമേക്കാവിനു വേണ്ടി എം.കെ. ശ്രീനിവാസനും തിരുവമ്പാടിക്ക് വേണ്ടി പി.എം. സജിയുമാണ് ഇത്തവണ വെടിക്കെട്ടൊരുക്കുന്നത്. വേണ്ട സമയം ലഭിച്ചില്ല എന്നതുകൊണ്ട് തന്നെ വെടിക്കെട്ടിൽ അല്പം ചില കുറവുകൾ ഉണ്ടാകുമെങ്കിലും
വെടിക്കെട്ട് രാജ്യത്തിന് മാതൃകയായി നടത്തുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. കൂടാതെ ഇത് നിയമമാക്കാനും പരിശ്രമിക്കും. അടുത്ത വർഷം ഇത്തരം സാങ്കേതിക വശങ്ങളെല്ലാം നേരത്തെ കണക്കിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ സഹായവും നൽകാമെന്ന് അല്പം മുമ്പ് ശിവകാശിയിലെ ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ നമ്മളെ അറിയിക്കുകയുമുണ്ടായി. തൃശ്ശൂർ പൂരത്തിൻ്റെ ഇക്കൊല്ലത്തെ വെടിക്കെട്ട് ഒരു മാതൃകാ വെടിക്കെട്ടാക്കി മാറ്റി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്ന് കൂടി ഇപ്പോൾ എക്സ്പ്ലോസീവ് വകുപ്പിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനോട് പരിപൂർണമായി സഹകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വന്ന് നമ്മൾ ഡിസ്പ്ലേ ഫയർവർക്സ് കാണുന്നതോടുകൂടി അവരെ കൊണ്ട് റിപ്പോർട്ട് എഴുതിച്ച് ഡിസ്പ്ലേ ഫയർവർക്സിന് വ്യക്തമായി വ്യത്യസ്തമായ റൂളുകൾ ഉണ്ടാക്കണം എന്ന് നമ്മൾ നിർബന്ധിക്കും. വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങളും സുരക്ഷയും വിലയിരുത്തുന്നതിനും വെടിക്കെട്ട് സാമഗ്രികൾ നിരീക്ഷിക്കുന്നതിനുമായി കേന്ദ്ര ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച തൃശൂരിലെത്തും. വെടിക്കെട്ടിൽ അപകടമുണ്ടായാൽ എന്തു ചെയ്യണമെന്നത് സംബന്ധിച്ചുള്ള മോക്ക് ഡ്രില്ലും മറ്റും തൃശൂരിലെത്തുന്ന എക്സ്പ്ലോസീവ് ഉദ്യോഗസ്ഥർ കാണിച്ചു തരുമെന്നും തീപിടുത്തമോ അപകടമോ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ 1.25 കോടി രൂപ ചെലവിൽ ഫയർ ഹൈഡ്രന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ പി ചന്ദ്രശേഖരൻ, സെക്രട്ടറി പ്രൊഫസർ എം മാധവൻകുട്ടി, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് കെ സതീഷ് മേനോൻ, സെക്രട്ടറി ജി രാജേഷ്, വൈസ് പ്രസിഡന്റ് വി എം ശശി, അസിസ്റ്റന്റ് സെക്രട്ടറിയും കൗൺസിലറുമായ കെ മഹേഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ണിനും കാതിനുമെല്ലാം ഇമ്പം പകരുകയും കാഴ്ചയുടെ വർണ്ണവിസ്മയം തീർക്കുകയും ചെയ്യുന്ന തൃശൂർ പൂരം വെടിക്കെട്ടിനായി പുതു പ്രതീക്ഷകളോടെ കാതോർക്കുകയാണ് പൂരനഗരിയും പൂരപ്രേമികളും. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് അടക്കമുള്ള ചടങ്ങുകൾ നിയമപ്രകാരം നടത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ പ്രത്യേക രാഷ്ട്രീയമില്ലെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ പ്രയത്നിക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. തൃശൂർ പൂരം നടത്തിപ്പിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഓടിയൊളിക്കുകയാണെന്ന BJP നേതാക്കളുടെ പ്രസ്താവന അടിസ്ഥാനരഹിതവും ശുദ്ധ അസംബന്ധവുമാണെന്ന് മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യമില്ല. തൃശൂർ പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് താൻ ഉൾപ്പെടെ 3 മന്ത്രിമാരെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും സുനിൽകുമാർ പറഞ്ഞു. ഇതേസമയം തൃശൂർ പൂരത്തിന്റെ പരമ്പരാഗത വെടിക്കെട്ടിന് തടസ്സമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നിർമ്മല സീതാരാമൻ ഡൽഹിയിൽ അറിയിച്ചു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടത്തുന്ന ഫയർ ഹൈഡ്രന്റ് നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി VS സുനിൽകുമാർ വിലയിരുത്തി. 1 കോടി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഫയർ ഹൈഡ്രന്റ് നിർമ്മിക്കുന്നത്. 2 കിലോമീറ്റർ ദൂരത്തിൽ പ്രവർത്തിക്കുന്ന ഫയർ ഹൈഡ്രന്റിൽ നിന്ന് ഒരേ സമയം 72 മീറ്റർ ഉയരത്തിൽ വെള്ളം പമ്പ് ചെയ്യാം. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിന് മുൻപ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കും. ജലസേചന വകുപ്പിനാണ് നിർമ്മാണ പ്രവർത്തന ചുമതല. ജില്ലാ കളക്ടർ ഡോക്ടർ A കൗശികൻ, സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണൻ എന്നിവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. പാചകവാതക വില കുറഞ്ഞു. സബ്സിഡിയില്ലാത്ത സിലിണ്ടറിന് 96 രൂപ 50 പൈസയാണ് കുറഞ്ഞത്. സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില 91 രൂപയാണ് കുറഞ്ഞത്. 644 രൂപയാണ് സബ്സിഡിയുള്ള സിലിണ്ടറിന് ഇന്നു മുതലുള്ള വില. നേരത്തെ 735 രൂപയായിരുന്നു വില. ഇതോടെ ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന സബ്സിഡി തുകയും കുറയും. 174 രൂപ 72 പൈസയായിരിക്കും ഒരു സിലിണ്ടറിന് സബ്സിഡിയായി ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുക. അതേസമയം അന്താരാഷ്ട്ര മാർക്കറ്റിൽ അസംസ്കൃത എണ്ണകളുടെ വില $50 താഴെ എത്തിയിട്ടും ഇന്ധനവില കുറയ്ക്കാത്തതിൽ പ്രതിഷേധമേറിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ ഉൽപ്പാദനം കൂട്ടാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിനാൽ അസംസ്കൃത എണ്ണയുടെ വില ഇനിയും കുറയാനാണ് സാധ്യത. എന്നാൽ ഇതിന്റെ പ്രയോജനം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയിട്ടില്ലെന്നാണ് പരാതി. ഇതിനിടയിലാണ് ഇന്ധനവിലയിൽ ഇന്നലെ നേരിയ വർധനവ് ഏർപ്പെടുത്തിയത്. പെട്രോൾ ലിറ്ററിന് 1 പൈസയും ഡീസൽ വില 44 പൈസയും ഇന്നലെ വർദ്ധിപ്പിച്ചിരുന്നു. പാചകവാതക വില കഴിഞ്ഞ തവണ വർദ്ധിപ്പിച്ചപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. എണ്ണ കമ്പനികളുടെ കള്ളക്കളിയാണ് വില വർധനവിന് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. മടങ്ങിവരാം, ഇടവേള കഴിഞ്ഞ് തിരികെ വാർത്തകളിലേക്ക്. ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭരണഘടനാപരമായി പ്രവർത്തിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ പറഞ്ഞു. തൃശൂർ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസിന്റെ നവീകരിച്ച പൈതൃക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡിസൈനുകൾ നവീകരിച്ചിട്ടായിരിക്കും ഇനി കെട്ടിടങ്ങൾ പണിയുകയെന്ന് മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിടങ്ങളും പാതകളുമടക്കം 3000 സ്ഥലങ്ങളിൽ പണി നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 3000 വരുന്ന പാലങ്ങളിൽ 378 പാലങ്ങൾ വീഴാറായ നിലയിലാണ്. 1200 പാലങ്ങൾക്ക് അധിക അറ്റകുറ്റപ്പണി വേണം. ഇതിനായി 10,000 കോടി രൂപ വേണ്ടിവരും. 100 വർഷമായി പണിത പാലങ്ങൾ പോലും ആരും പരിശോധിക്കുന്നില്ല. സംസ്ഥാന തലത്തിൽ എന്ന പോലെ ജില്ലാതലത്തിലും മണ്ഡലതലത്തിലും സോഷ്യൽ ഓഡിറ്റ് കൊണ്ടുവന്ന് അഴിമതിരഹിതമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മേയർ അജിത ജയരാജൻ മുഖ്യാതിഥിയായി. CN ജിതവൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു.
സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ കടയടപ്പ് സമരം തുടങ്ങി. റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാലത്തേക്കാണ് സമരം. ഭക്ഷ്യസുരക്ഷാ നിയമം കൃത്യമായി പാലിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് സമരം ആരംഭിച്ചിട്ടുള്ളത്. 14,000-ഓളം റേഷൻ കടകളാണ് അടച്ചിട്ടുള്ളത്. വ്യാപാരികളുടെ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ട് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. സമരത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയത് മുതൽ നിരവധി ആരോപണങ്ങൾ വ്യാപാരികൾ ഉന്നയിച്ചിരുന്നു. തൃശൂർ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവരെ വഞ്ചിച്ചതായി ആക്ഷേപം. 300ഓളം നിക്ഷേപകരാണ് പണം നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. തൃശൂർ ശക്തനഗറിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും വിവിധയിടങ്ങളിലുമുള്ള ശാഖകളിലുമാണ് തട്ടിപ്പ് അരങ്ങേറിയിട്ടുള്ളത്. സൊസൈറ്റിയിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർക്ക് പലിശയും മുതലും ലഭ്യമാകുന്നില്ലെന്നാണ് പരാതി. ഡെപ്പോസിറ്റ് കാലാവധി കഴിഞ്ഞ് നിക്ഷേപം തിരിച്ചെടുക്കാൻ ചെല്ലുന്നവരോട് പ്രസിഡന്റും സെക്രട്ടറിയും പണം തിരിമറി നടത്തിയതിനാൽ നിക്ഷേപം തിരികെ തരാൻ സാധിക്കില്ലെന്ന വിശദീകരണമാണ് സൊസൈറ്റി ജീവനക്കാർ നൽകുന്നത്. പണം നിക്ഷേപിച്ചവരിലേറെയും വയോധികരും വിവിധ ജോലികളിൽ നിന്ന് വിരമിച്ചവരുമാണ്. തൃശൂർ സിറ്റി പോലീസ് സൂപ്രണ്ടിനും വിവിധ പോലീസ് ഉദ്യോഗസ്ഥർക്കും കോപ്പറേറ്റീവ് രജിസ്ട്രാർക്കുമെല്ലാം പരാതി സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച പരാതി സമർപ്പിച്ചിരിക്കുകയാണ് പണം നഷ്ടമായ നിക്ഷേപകർ. ഇപ്പോൾ പൈസ ഇല്ല എന്നാ പറയണത്. മുതലും തരാൻ പറ്റില്ല, പലിശയും തരാൻ പറ്റില്ല. 2 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് മുതലുമില്ല, പലിശയില്ല. 300 ഡെപ്പോസിറ്റേഴ്സ് ഉണ്ട്. മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്, ക്രൈംബ്രാഞ്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പലിശയില്ല, മുതലുമില്ല. കുറേ ഡെപ്പോസിറ്റേഴ്സ് ഉണ്ട്. ഇരിഞ്ഞാലക്കുട, കുന്നംകുളം, ചാലക്കുടി, തൃശ്ശൂർ, ഇങ്ങനെ 4 ബ്രാഞ്ചാണ്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് തൃശ്ശൂർ തെക്കേ സ്റ്റാൻഡിൻ്റെ ഇമ്മാനുവലിൻ്റെ തൊട്ട്. അപ്പോൾ ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇരിഞ്ഞാലക്കുട ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഇട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് 1 കൊല്ലത്തെ പലിശ തന്നു, പിന്നെ പലിശയില്ല. TC വിനോസ്, തൃശൂർ. എല്ലാം ശരിയാക്കുമെന്ന് ഉറപ്പിന്മേലെത്തിയ പിണറായി സർക്കാർ 1 വർഷം കൊണ്ട് എല്ലാം നശിപ്പിക്കുകയാണ് ചെയ്തതെന്ന് AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് പറഞ്ഞു. കോൺഗ്രസ് ആർത്താറ്റ് മണ്ഡലം കമ്മിറ്റിയുടെ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1 രൂപയ്ക്കും പിന്നീട് സൗജന്യമായും നൽകിയിരുന്ന അരി ഇപ്പോൾ ഇല്ലാതെയായി. അതിന്റെ പരിണിത ഫലമാണ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച റേഷൻ വ്യാപാരികളുടെ സമരം. സംസ്ഥാനത്ത് CPMന്റെ ഭരണം ജനജീവിതത്തെ വല്ലാതെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്നും വിഷ്ണുനാഥ് പറഞ്ഞു. മുൻ MLAമാരായ KP വിശ്വനാഥൻ, TV ചന്ദ്രമോഹൻ, പഴയകാല കോൺഗ്രസ് പ്രവർത്തകർ, പുതിയ ബൂത്ത് പ്രസിഡന്റുമാർ എന്നിവരെ ആദരിച്ചു. സമാപന സമ്മേളനം UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് TS മായാദാസ്, KV ജയറാം എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. MK താരുക്കുട്ടി, VV സാംസൺ, TM വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വാഴാനി ഡാമിൽ നിന്ന് ബുധനാഴ്ച വരെ വെള്ളം തുറന്നുവിടുമെന്ന് കളക്ടർ അറിയിച്ചു. വ്യവസായ മന്ത്രി AC മൊയ്തീന്റെ നിർദ്ദേശപ്രകാരം ഡാം അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്ന് ജലനിരപ്പ് വിലയിരുത്തിയതിനു ശേഷമാണ് തീരുമാനം. മൊത്തം 0.6 മില്യൺ m³ ജലമാണ് തുറന്നുവിടുക. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ജൂൺ 1 മുൻപ് പാഠപുസ്തകവും യൂണിഫോമും എത്തിക്കുമെന്ന് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിനായി നടത്തുന്ന ഗൃഹസന്ദർശന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പുതുക്കാട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുക്കാട് പഞ്ചായത്തിലെ ചാക്കോച്ചിറയിലെ വീടുകളിൽ കയറി അഭ്യർത്ഥന നടത്തിയ മന്ത്രി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ ശേഷം കുട്ടികളെ സ്കൂളുകളിലേക്ക് ക്ഷണിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എല്ലാ വീടുകളിൽ നിന്നും കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. അതിനു മുന്നോടിയായി അധ്യാപകർക്ക് 8 ദിവസത്തെ പരിശീലന ക്ലാസ് ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സന്ദേശം ഓരോ വീട്ടിലും എത്തിയതായി ഗൃഹസന്ദർശനത്തിലൂടെ ബോധ്യപ്പെട്ടുവെന്നും മന്ത്രി പറഞ്ഞു. പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിനായാണ് ചാക്കോച്ചിറയിലെ വീടുകളിൽ കയറിയിറങ്ങിയതെന്ന് മന്ത്രി അഭ്യർത്ഥന നടത്തിയത്. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ആവശ്യകത ഉൾക്കൊള്ളിച്ച ലഘുലേഖകളും മന്ത്രി വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, ഗ്രാമപഞ്ചായത്ത് അംഗം സതി സുധീർ, പുതുക്കാട് സ്കൂളിലെ അധ്യാപകർ, OSA ഭാരവാഹികൾ എന്നിവരും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. വീണ്ടും ഒരു ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ വെള്ളമില്ലാതെ രോഗികൾ വലയുന്നു. വെള്ളം ലഭിക്കാതായതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി രോഗികൾ വീട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവരേണ്ട ഗതികേടാണ് ഉണ്ടായത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ആശുപത്രിയിൽ ആഴ്ചകളായി വെള്ളം കിട്ടാതായതോടെ രോഗികൾ ഡിസ്ചാർജ് വാങ്ങി പോകുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് ആശുപത്രിയിൽ വെള്ളം കിട്ടാത്തതിന്റെ കാരണമെന്നാണ് രോഗികളുടെ ആരോപണം. എന്നാൽ വൈദ്യുതി തടസ്സം നേരിട്ടതാണ് വെള്ളം ലഭ്യമാക്കാൻ സാധിക്കാത്തതിന് കാരണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. വനിതകളുടെയും പുരുഷന്മാരുടെയും വാർഡുകളിലായി 20ഓളം രോഗികളാണ് വെള്ളമില്ലാതെ വലയുന്നത്.
പറയുന്നത്. കുടിവെള്ളത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും വെള്ളമില്ലാതെ രോഗികൾ ദുരിതം അനുഭവിക്കുമ്പോഴും രാഷ്ട്രീയം പറഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ ഒഴിഞ്ഞു മാറുകയാണെന്നും ആക്ഷേപമുണ്ട്. കുടിവെള്ള പ്രശ്നത്തെ തുടർന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് ആശുപത്രിയിൽ സന്ദർശനം നടത്തി കുഴൽക്കിണർ നിർമ്മിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇനി TCV തേർഡ് ഐ. ലോക തൊഴിലാളി ദിനത്തിൽ വേറിട്ട തൊഴിൽ കാഴ്ച അവതരിപ്പിക്കുകയാണ് ഇവിടെ. തൃശൂർ പൂരത്തിന് മുന്നോടിയായി തേക്കിൻകാട് മൈതാനത്തിലെ ഹൈമാസ്റ്റ് ലൈറ്റ് തകരാർ പരിഹരിക്കുന്ന തൊഴിലാളികളുടെ ദൃശ്യങ്ങൾ പകർത്തിയത് മനു നെട്ടിശ്ശേരി. തേക്കിൻകാട് മൈതാനിയിലെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തകരാർ പരിഹരിക്കുന്ന കാഴ്ച ഏറെ കൗതുകമുണർത്തുന്നതായിരുന്നു. വലിയ ക്രെയിനിൽ കെട്ടി മാനത്തോളം ഉയർത്തുന്ന തൊഴിലാളി ക്രെയിനിന്റെ തുഞ്ചത്ത് ഘടിപ്പിച്ച സേഫ്റ്റി ബെൽറ്റിലിരുന്നാണ് ഹൈമാസ്റ്റ് ലൈറ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തേക്കിൻകാട് മൈതാനം പൂർണ്ണമായും പ്രകാശപൂരിതമാക്കുമെന്ന് അവലോകന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഹൈമാസ്റ്റ് ലൈറ്റുകളും മറ്റു വെളിച്ച ക്രമീകരണങ്ങളും പൂരത്തോടനുബന്ധിച്ച് തേക്കിൻകാട് മൈതാനത്ത് സജ്ജമാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ക്രെയിനിൽ കെട്ടി ഉയർത്തിയ തൊഴിലാളി ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തകരാർ പരിഹരിച്ചത്. സാഹസികതയും കൗതുകവും സമന്വയിച്ച കാഴ്ച കാണാൻ തേക്കിൻകാട് മൈതാനത്ത് ഏറെ പേർ തടിച്ചുകൂടിയിരുന്നു. കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിനടുത്തും ബ്ലാങ്ങാട് ബീച്ചിലും ശക്തമായ വേലിയേറ്റം. തൊട്ടാപ്പിൽ കെട്ടിയുണ്ടാക്കിയ പാർക്കിൽ വെള്ളം കയറി. വേലിയേറ്റം ഉണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. വേലിയേറ്റത്തിൽ പാർക്കിലെ ഇരിപ്പിടവും മറ്റും വെള്ളത്തിലായി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ചെറുവഞ്ചികൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ബ്ലാങ്ങാട് ബീച്ചിൽ ഈ സമയം കടൽ കാണാനെത്തിയ സഞ്ചാരികൾ തീരത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു. തിര അടിച്ചുയർന്നതോടൊപ്പം കാറ്റും വീശി. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കും വെള്ളം അടിച്ചുകയറി. ഇവിടെയുള്ള കടകളിലേക്കും വെള്ളം കയറി. അഞ്ചങ്ങാടി വളവിലും ശക്തമായ തിരയടിച്ച് വെള്ളം കടൽ ഭിത്തിക്ക് അപ്പുറത്തെത്തി. തൃശൂർ ശക്തൻ മാർക്കറ്റ് പരിസരത്ത് അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചേരി സ്വദേശി ഇമ്മട്ടി വീട്ടിൽ സന്തോഷ് എന്ന് വിളിക്കുന്ന ചുക്കുണ്ണി സന്തോഷിനെയാണ് ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തത്. 23 കുപ്പി വിദേശ മദ്യവും 10,000 രൂപയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർമാർ പണിമുടക്കി. കഴിഞ്ഞ ദിവസം രാത്രി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയ രോഗി ഓർത്തോ വിഭാഗം വാർഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന PG ഡോക്ടർ ജോർജ് മൈക്കിളിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചും ഡ്യൂട്ടി ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുമാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പണിമുടക്കിയത്. കാഷ്വാലിറ്റിയും OPയും ഉൾപ്പെടെയുള്ള ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ സമരം മൂലം തടസ്സപ്പെട്ടു. പണിമുടക്കിയ ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പ്രകടനം നടത്തി. അതേസമയം ഡോക്ടറെ മർദ്ദിച്ച ചിറനല്ലൂർ സ്വദേശി കവലക്കാട്ട് ക്രിസ്റ്റഫറിനെ മെഡിക്കൽ കോളേജ് SI സേതു അറസ്റ്റ് ചെയ്തു. കുടുംബവഴക്കിനെ തുടർന്ന് മർദ്ദനമേറ്റ് ചികിത്സ തേടിയാണ് ക്രിസ്റ്റഫർ ആശുപത്രിയിലെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഇനി പൂരവിശേഷങ്ങളുമായി തൃശൂർ പൂരം 2017. തൃശൂർ പൂരം 2017 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്കി ഷോപ്പേഴ്സിന് 30 Audi A3 കാറുകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, ശക്തൻ തമ്പുരാൻ കോളേജ്, തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ. ന്യൂ കേബിൾ പോയിന്റ്, ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്, MG റോഡ്, തൃശൂർ ആൻഡ് പാലക്കാട്. സ്വർണം സ്നേഹമാണ്. ഭീമ ജ്വല്ലേഴ്സ് നിയർ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. നന്ദനം സാനിറ്ററീസ്, എ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ഫോർ യുവർ ഹോം. ന്യൂട്രിച്ചൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. More than 60 years of service with over 5 lakh satisfied customers. Bagsad Group of Companies. Trusted name in excellent service. Goodwin Jewelers. ഹൃദയങ്ങൾക്കറിയാം ബന്ധങ്ങളുടെ മൂല്യം. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. കോ-സ്പോൺസേഡ് ബൈ തൃശൂരിൽ ഹോണ്ട കാറുകളുടെ പുതിയ ഡീലർഷിപ്പ് ജോൺസ് ഹോണ്ട കാർസ്, വിയൂർ, തൃശൂർ. തൃശൂർ പൂരത്തിന് മുഖ്യ പങ്കാളികളായ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ദേവിമാരാണ് പൂരത്തിന് എഴുന്നള്ളുന്നതെങ്കിലും തിരുവമ്പാടിയുടെ കോലത്തിൽ മുരളീകൃഷ്ണന്റെ ഗോളകയാണ് ഉള്ളത്. കൂടാതെ കോലമേന്തുന്ന ഗജവീരൻ അടിയുന്ന തിരുവമ്പാടിയുടെ മണിക്കൂട്ടിനുമുണ്ട് പ്രത്യേകത. ശക്തൻ തമ്പുരാന്റെ ആശയപ്രകാരമാണ് തിരുവമ്പാടിയുടെ കോലത്തിൽ
തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയായ ഈ മണിക്കൂട്ടിന് 70 വർഷത്തോളം പഴക്കമുണ്ട്. 25 കുടമണികളുള്ള മണിക്കൂട്ട് തൃശൂർ പൂരം 2017 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്. ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. ലക്കി ഷോപ്പേഴ്സിന് 30 Audi A3 കാറുകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, ശക്തൻ തമ്പുരാൻ കോളേജ്, തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ. ന്യൂ കേബിൾ പോയിന്റ്, ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്, MG റോഡ്, തൃശൂർ ആൻഡ് പാലക്കാട്. സ്വർണം സ്നേഹമാണ്. ഭീമ ജ്വല്ലേഴ്സ് നിയർ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. Nandanam Sanitaries, a personal stylist for your home. New Trichur Company Private Limited. More than 60 years of service with over 5 lakh satisfied customers. Bergsouth Group of Companies. Trusted name in excellent service. Goodwin Jewelers. ഹൃദയങ്ങൾക്കറിയാം ബന്ധങ്ങളുടെ മൂല്യം. Co-sponsored by ഹോണ്ടയുടെ തൃശൂരിലെ അംഗീകൃത ഡീലർ ജോൺസ് ഹോണ്ട, പുഴയ്ക്കൽ, തൃശൂർ. മറ്റു വാർത്തകളിലേക്ക്. ശക്തമായ കാറ്റും മഴയും മൂലം വെള്ളിക്കുളങ്ങര മേഖലയിൽ വ്യാപകമായ നാശനഷ്ടം. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര, മോനോടി, കൊടുങ്ങ, കോടശ്ശേരി പഞ്ചായത്തിൽപ്പെട്ട കോർമല, വയലാത്ര പ്രദേശങ്ങളിലാണ് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞുണ്ടായ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായത്. മരങ്ങൾ ഒടിഞ്ഞുവീണ് 4 വീടുകൾക്ക് നാശം സംഭവിച്ചു. മരച്ചീനി, വാഴ, ജാതി, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾ കാറ്റിൽ നശിച്ചിട്ടുണ്ട്. 2000-ഓളം നേന്ത്രവാഴകൾ മേഖലയിൽ ഒടിഞ്ഞുവീണു. കോർമല വയലാത്രയിൽ കൈപ്പുഴ ബാബുവിന്റെ ഓടിട്ട വീട് കാറ്റിൽ മരം വീണ് ഭാഗികമായി നശിച്ചു. വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പ്രഭ എന്നയാൾ കുട്ടികളുമായി പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു. വയലാത്ര സ്വദേശി വള്ളിയുടെ വീടിനും മരം വീണ് കേടുപറ്റി. മോനോടി, വെള്ളിക്കുളങ്ങര, പഴയ വില്ലേജ് ഓഫീസ് പരിസരം എന്നിവിടങ്ങളിലുള്ള 2 വീടുകൾക്കും നാശം സംഭവിച്ചു. കൊടുങ്ങാപ്പാടത്ത് കൃഷി ചെയ്ത പാറമേൻ ജോയിയുടെ 600-ഓളം നേന്ത്രവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. പീച്ചി താമരവെള്ളച്ചാലിൽ പുറമ്പോക്ക് ഭൂമിയിൽ കഞ്ചാവ് ചെടി നട്ട് വളർത്തുന്നതായി കണ്ടെത്തി. എക്സൈസ് തൃശൂർ റേഞ്ച് ഇൻസ്പെക്ടർ KK ശശിധരന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. തൃശൂർ വടക്കേപ്പാടം ഫ്രണ്ട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 1ാമത് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. വടക്കേപ്പാടത്ത് നടക്കുന്ന ടൂർണമെന്റ് ബേസാദ് ഗ്രൂപ്പ് ചെയർമാനും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോൻ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ ജോൺ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ PV വിനീത്, സെക്രട്ടറി PR അനീഷ്, VS സുർജിത്ത്, KS സാബു, ഹരിദാസ്, പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ 16 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ പ്ലേബോയ്സ് കുട്ടനല്ലൂരും ലാലിഗ FC തൃശൂരും തമ്മിൽ ഏറ്റുമുട്ടി. ടൂർണമെന്റ് വിജയികൾക്ക് 25,000 രൂപയും ട്രോഫിയുമാണ് സമ്മാനം. 2ാം സ്ഥാനക്കാർക്ക് 15,000 രൂപയും ട്രോഫിയും നൽകും. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന പണം പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്കും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമാണ് ഉപയോഗപ്പെടുത്തുകയെന്ന് ഫ്രണ്ട്സ് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. തൃശൂരിന്റെ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മയായ തൃശ്ശൂപേരൂർ സത്സംഗിന്റെ ആഭിമുഖ്യത്തിൽ പൂരസന്ധ്യ സംഘടിപ്പിച്ചു. പൂരം എക്സിബിഷനിലെ സാംസ്കാരിക പൊതുവേദിയിൽ സത്സംഗ് പ്രസിഡന്റ് പ്രൊഫസർ M. മാധവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പൂരം എക്സിബിഷൻ പ്രസിഡന്റ് ഡോക്ടർ M. ബാലഗോപാൽ, ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ N. ശ്രീകുമാർ, പാറമേക്കാവ് ദേവസ്വം മുൻ പ്രസിഡന്റ് K. മനോഹരൻ, മുൻ ജില്ലാ കളക്ടർമാരായ P. M. ഫ്രാൻസിസ്, M. S. ജയ തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച ഹിന്ദു മഹാസമ്മേളനം സമാപിച്ചു. റിട്ടയർഡ് ജഡ്ജി ചന്ദ്രദാസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി അധ്യക്ഷനായിരുന്നു. BJP നേതാവ് അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, RSS നേതാവ് PR ശശിധരൻ, ആറാട്ടുപുഴ പെരുവനം പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് A. കുമാരൻ, SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ, വിവിധ സമുദായ സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. സ്വാമി മൃഡാനന്ദ പുരസ്കാരം ഡോക്ടർ K. അരവിന്ദാക്ഷന്, ചിന്മയ മിഷനിലെ സ്വാമി ഗംഭീരാനന്ദയും KP കൊച്ചുകൃഷ്ണ ഗണകൻ സ്മാരക സംസ്കൃത പ്രചാര പുരസ്കാരം PR ശശി മങ്കടയ്ക്ക് വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം ഉപാധ്യക്ഷൻ ഡോക്ടർ MB നടേശനും സമർപ്പിച്ചു. സംഘാടക കമ്മിറ്റി സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന ഗൃഹത്തിന്റെ താക്കോൽദാനം അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല മുഖ്യപ്രഭാഷണം നടത്തി.
അഴീക്കോട് മേനോൻ ബസാറിൽ കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിന് നേരെ ആക്രമണം. പ്രതിമയുടെ ചില്ലുകൂട് തകർക്കുകയും കൊടിമരം നശിപ്പിക്കുകയും ചെയ്തു. ഞായറാഴ്ച രാത്രിയിലാണ് ആക്രമണമുണ്ടായത്. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. മുൻപും കരുണാകരൻ സ്മൃതി മണ്ഡപത്തിന് നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ കോൺഗ്രസ് ഏറിയാട് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധിച്ചു. അക്രമികളെ ഉടൻ പിടികൂടണമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പി കെ ഷംസുദ്ദീൻ ആവശ്യപ്പെട്ടു. ഇനി പാവറട്ടി തിരുനാൾ വിശേഷങ്ങളിലേക്ക്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ച് വെക്കുന്നതിനുള്ള രൂപക്കൂട് അലങ്കാരങ്ങൾ പൂർത്തിയായി. കുന്നത്തങ്ങാടി സ്വദേശി ചാഴൂർ എട്ടുപറമ്പിൽ ലോറൻസാണ് വർണ്ണക്കടലാസുകൾ പൊതിഞ്ഞ് രൂപക്കൂട് മനോഹരമാക്കിയത്. പിതാവ് പൗലോസിനൊപ്പം തീർത്ഥകേന്ദ്രത്തിലെത്തി കൗതുകത്തോടെ അലങ്കാരപ്പണികൾ കണ്ടുപഠിച്ച ലോറൻസിന് ഇന്ന് രൂപക്കൂട് അലങ്കാരം ഒരു നിയോഗമാണ്. ഒരു ജോലി എന്നതിനേക്കാൾ വ്രതശുദ്ധിയോടെയുള്ള കർമ്മവും നിയോഗവുമായാണ് രൂപക്കൂട് അലങ്കാരം കാണുന്നതെന്ന് ലോറൻസ് പറയുന്നു. എൻ്റെ കൂടെ ഒരു 30 കൊല്ലം ജോലിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്നത് പുണ്യാളനോടുള്ള ഒരു ഭക്തിയുടെ ഭാഗമായിട്ടാണ്. പൈസ മോഹിച്ചിട്ടല്ല കൂടുതലായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നത്. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ഭക്തിസാന്ദ്രമായ കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ശേഷം വിശുദ്ധ യോസേപിതാവിന്റെയും പരിശുദ്ധ കന്യകാമാതാവിന്റെയും വിശുദ്ധ പത്രോസ്ലേഹായുടെയും തിരുസ്വരൂപങ്ങൾ വിശ്വാസികൾക്ക് വണങ്ങുന്നതിനായി അലങ്കരിച്ച ദേവാലയ മുഖമണ്ഡപത്തിൽ ഈ രൂപക്കൂട്ടിലാണ് പ്രതിഷ്ഠിക്കുക. തിരുനാൾ ദിവസമായ ഞായറാഴ്ച വൈകിട്ട് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ പ്രതിഷ്ഠിച്ച രൂപക്കൂടുകൾ വഹിച്ചുകൊണ്ടാണ് ഭക്തിനിർഭരവും ആകർഷകവുമായ തിരുനാൾ പ്രദക്ഷിണം നടക്കുക. കമനീയമായി അലങ്കരിച്ച പ്രദക്ഷിണ വീഥിയിലൂടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണം പുറപ്പെടുമ്പോൾ വിശുദ്ധ യോസേപിതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രം ഉരുവിട്ടുകൊണ്ട് പ്രദക്ഷിണ വീഥിയുടെ ഇരുവശത്തും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഒത്തുകൂടും. TCV ന്യൂസ്, പാവറട്ടി. ഭക്തൻ ചമഞ്ഞ് ക്ഷേത്രങ്ങളിലെത്തി മോഷണം നടത്തുന്ന യുവാവിനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ എറണാകുളം ഈരമന മഞ്ഞപ്പള്ളിക്കാട്ടിൽ വാവ എന്ന അനിലിനെയാണ് ടെമ്പിൾ CI UH സുനിൽദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച പുലർച്ചെ പെരുന്തട്ട ക്ഷേത്രത്തിന് സമീപത്ത് നിന്നാണ് പ്രതി പിടിയിലായത്. വർഷങ്ങളായി മോഷണം നടത്തിവരുന്ന പ്രതി 6 മാസം മുൻപ് വിയൂർ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം സ്ഥിരമായി ഗുരുവായൂരിലായിരുന്നു. ഇക്കാലയളവിൽ 200ഓളം മോഷണങ്ങൾ നടത്തിയിട്ടുള്ളതായി പ്രതി പോലീസിനോട് സമ്മതിച്ചു. നെറ്റിയിൽ ഭസ്മം തേച്ച് കാവ്യമുണ്ടും ധരിച്ച് ക്ഷേത്രങ്ങളിലെത്തി ഭജനയിലും മറ്റു ചടങ്ങുകളിലും പങ്കെടുക്കും. ഭണ്ഡാരങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കി പിന്നീട് രാത്രിയിലെത്തി മോഷണം നടത്തുകയുമാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു. രാത്രി ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ ഗുരുവായൂരിൽ നിന്ന് കയറി തക്കം കിട്ടിയെടുത്തിറങ്ങിയും മോഷണം നടത്തും. ആളില്ലാത്ത വീടുകളിലും സ്കൂൾ, സർക്കാർ ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും മോഷണം നടത്താറുണ്ട്. മോഷ്ടിച്ച് ലഭിക്കുന്ന പണം ധൂർത്തടിക്കുകയാണ് ചെയ്തിരുന്നത്. 1.5 ലക്ഷം രൂപയും മോഷണ മുതലിന് ഉപയോഗിച്ചു വാങ്ങിയ സ്വർണ്ണമോതിരവും മൊബൈൽ ഫോണും പോലീസ് പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു. ASI P അറുമുഖൻ, സീനിയർ CPO PS അനിൽകുമാർ, CPOമാരായ KV വിജിത്ത്, KK ഷൈജു എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. അവണൂരിൽ വീട്ടുപറമ്പിലെ കിണറ്റിലെ കമ്പിവലയുടെ ഫ്രെയിമിൽ സ്വർണ്ണാഭരണ നിർമ്മാണശാല പാർട്ണറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പശ്ചിമബംഗാൾ സ്വദേശി കൃഷ്ണ ഹവ മാലിക്കാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. പേരാമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മതമിളകിയ ആനകളെ പണ്ട് വെടിവെച്ചു കൊന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് ആനകളെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും വിധം ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നുവെന്ന് പ്രമുഖ വ്യവസായിയും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോൻ പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ആരംഭിച്ച ആധുനിക ആന ചികിത്സാ കേന്ദ്രത്തിന് എലിഫന്റ് എമർജൻസി ആംബുലൻസിന്റെ താക്കോൽദാനം CK മേനോൻ നിർവഹിച്ചു. CK മേനോനാണ് ആംബുലൻസ് സമ്മാനിച്ചത്. മിണ്ടാപ്രാണികളെ സഹായിക്കണമെന്ന ഡോക്ടർമാരുടെ അഭിപ്രായത്തെ അഭിനന്ദിക്കുന്നുവെന്നും ഈ പുതിയ സംരംഭത്തിലേക്ക് തനിക്ക് കഴിയാവുന്ന സഹായം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മിണ്ടാപ്രാണികളെ സഹായിക്കണം എന്നുള്ള നമ്മളുടെ യങ്സ്റ്റേഴ്സ് ഡോക്ടർമാരുടെ അവരുടെ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്ക് എല്ലാ ഭാവങ്ങളും കൂടെ ചേരുന്നു. ഇത് നമ്മൾ നിൽക്കുന്ന ആന ചികിത്സാ കേന്ദ്രത്തിൽ നമ്മളുടെ പുരോഗമനം കൊണ്ട് ആനയുടെ സ്കാൻ എടുക്കാം. ആനയുടെ മറ്റു പല കാര്യങ്ങളും ലബോറട്ടറി മുഖേന നമുക്കറിയാം. ആനയെ നമുക്ക് കാര്യമായി പരിപാലിക്കാൻ സാധിക്കും. എന്നാൽ കാർമൽ സാറ് ലേറ്റ് മരിച്ചുപോയ കാർമൽ സാർ എന്നോട് ഒരിക്കൽ പറയട്ടെ, പശുവിന് കൊടുക്കുന്ന മരുന്നിൻ്റെ 4 ഇരട്ടി വെച്ച് ആനയ്ക്ക് കൊടുക്കും. ഒരു അളവൊന്നും കൃത്യമായിട്ട് കൊടുക്കാനില്ല. നമ്മൾ
സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ സംവിധാനങ്ങളൊക്കെ മാറി മിണ്ടാപ്രാണികളെ പശുവായാലും ആടായാലും പട്ടിയായാലും ആനയായാലും അതിനെ സംരക്ഷിക്കുന്നതിന് നമ്മുടെ ജില്ലാ പഞ്ചായത്തും അവരുടെ ഏറ്റവും വലിയ സഹകരണത്തോടുകൂടി തിരുവമ്പാടി ക്ഷേത്രത്തിന് സമീപം ആരംഭിച്ച ആധുനിക ആനചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ അധ്യക്ഷയായി. മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എം കെ പ്രദീപ് കുമാർ, ആനചികിത്സാ വിദഗ്ധൻ ഡോക്ടർ പി ബി ഗിരിദാസ്, ഡോക്ടർ കെ സി പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ എ കൌശികൻ, മേയർ അജിത ജയരാജൻ, കൌൺസിലർ എം എസ് സമ്പൂർണ്ണ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പ്രൊഫസർ മാധവൻകുട്ടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മെയ് ദിനത്തോടനുബന്ധിച്ച് ഇടതുപക്ഷ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ റാലി നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം CITU സംസ്ഥാന സെക്രട്ടറി M വർഗീസ് ഉദ്ഘാടനം ചെയ്തു. AITUC സംസ്ഥാന സെക്രട്ടറി AN രാജൻ അധ്യക്ഷത വഹിച്ചു. HMS ജില്ലാ പ്രസിഡന്റ് P വിജയകുമാർ, TUCI സംസ്ഥാന പ്രസിഡന്റ് MK തങ്കപ്പൻ, CITU ഏരിയ സെക്രട്ടറി T സുധാകരൻ, KV ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. CMS സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി നൂറുകണക്കിന് തൊഴിലാളികളെ അണിനിരത്തി. ഒരു ഇടവേള കൂടി. എറണാകുളത്തുകര ഓറിയന്റൽ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത CPM CMP തർക്ക പരിഹാരത്തിന് സാധ്യത തെളിഞ്ഞു. ഓറിയന്റൽ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് CMPക്ക് വിട്ടുനൽകാൻ തത്വത്തിൽ ധാരണയായി. CMP നേതൃത്വവുമായി CPM ജില്ലാ നേതൃത്വം നടത്തിയ ചർച്ചയിലാണ് സീറ്റ് വിട്ടുകൊടുക്കാൻ ധാരണയായത്. തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിട്ടു നൽകിയില്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണസമിതിയിൽ നിന്ന് നികുതികാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CMP പ്രതിനിധിയുമായ P സുകുമാരൻ രാജിവെക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. P സുകുമാരൻ രാജിവെച്ചാൽ കോർപ്പറേഷൻ ഭരണം പ്രതിസന്ധിയിൽ ആകുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് CPM CMP ചർച്ചയ്ക്ക് കളമൊരുങ്ങിയത്. ചൊവ്വാഴ്ചയാണ് എറണാകുളത്തുകര ഓറിയന്റൽ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. മങ്ങാട് BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. SC മോർച്ച പഞ്ചായത്ത് കമ്മിറ്റി അംഗം മങ്ങാട് മേൽപ്പാടത്ത് കൃഷ്ണൻ മകൻ പുരുഷു, BJP പ്രവർത്തകനായ കുന്നത്തേരി വീട്ടിൽ രവി എന്നിവർക്കാണ് വെട്ടേറ്റത്. രവിയുടെ പരിക്ക് ഗുരുതരമാണ്. കഴിഞ്ഞ ദിവസം രാത്രി മങ്ങാട് പൊന്നം ജംഗ്ഷന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം. കഴിഞ്ഞ ദിവസം CPM BJP പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരെ സന്ദർശിച്ച ശേഷം തിരിച്ചു വരുമ്പോൾ ഇവരുടെ ബൈക്ക് തടഞ്ഞു നിർത്തി 20 പേരടങ്ങുന്ന സംഘം ആക്രമിച്ചതായാണ് പരാതി. രവിയുടെ തുടയിലാണ് വെട്ടേറ്റത്. ഇയാൾ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. പുരുഷുവിന് തലയിലാണ് വെട്ടേറ്റത്. ഇയാളെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് സന്ദർശിച്ചു. വൈസ് പ്രസിഡന്റ് അനീഷ് ഇയാൽ, ജനറൽ സെക്രട്ടറി ജോർജ് തുടങ്ങിയവരും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോൻ പാറമേക്കാവ് ദേവസ്വം ഓഫീസ് സന്ദർശിച്ചു. പൂരം ഒരുക്കങ്ങൾക്കായി 2 ലക്ഷം രൂപ CK മേനോൻ സംഭാവനയായി നൽകി. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ കാലം ചെയ്ത മെത്രോപൊലിത്തമാരുടെ ഓർമ്മദിനം ആചരിച്ചു. തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ ഓർമ്മ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ദിവ്യബലിക്ക് മാർ അപ്രൈ മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമൂഹ സദ്യയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇനി വാണിജ്യം. സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ രുചി വൈവിധ്യങ്ങളും വ്യത്യസ്തങ്ങളായ ഫ്രഷ് ജ്യൂസുകളും ഷേക്കുകളുമായി ഷെഫ് കോർണർ ഫാമിലി കോഫി ഷോപ്പ് തൃശൂർ നടുവിലാൽ ജംഗ്ഷന് സമീപം MG റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. നടുവിലാൽ ജംഗ്ഷന് സമീപം MG റോഡിൽ ജനസേവ മെഡിക്കൽസിനടുത്ത സിതീഷ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച ഷെഫ് കോർണറിൽ നാടൻ വിഭവങ്ങളുടെ രുചികളും ഒപ്പം വ്യത്യസ്തങ്ങളായ ഫ്രഷ് ജ്യൂസുകളും ഷേക്ക്, ഐസ്ക്രീം, ഫ്രൂട്ട് സാലഡ് എന്നിവയും കൂടാതെ വിവിധ ഇനം സ്നാക്സ് ഐറ്റംസുകളുമുണ്ട്. ശുചിത്വമാർന്ന അന്തരീക്ഷത്തിൽ തികച്ചും ആരോഗ്യപ്രദമായി തയ്യാറാക്കുന്ന ഭക്ഷണം കുടുംബത്തോടൊപ്പം ആസ്വദിക്കാൻ ഷെഫ് കോർണർ ഫാമിലി കോഫി ഷോപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. നാടൻ സ്നാക്സുകൾ, വെജിറ്റബിൾ, നോൺ വെജിറ്റബിൾ സാൻഡ്വിച്ചുകൾ, വെജ് ലോഫ് എന്നിവയും സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണിയും ചപ്പാത്തി, പൊറോട്ട, മസാലദോശ എന്നിവയുമെല്ലാം ഷെഫ് കോർണറിൽ നിന്ന് കുടുംബസമേതം ആസ്വദിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9847 391215.
സ്വർണ്ണ വെള്ളി നിരക്കുകൾ ലഭ്യമല്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരമ്പരാഗത രീതിയിലുള്ള തൃശൂർ പൂരം വെടിക്കെട്ടിന് കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗം അനുമതി നൽകി. ചില ഉപാധികളോടെയാണ് അനുമതി. തൃശൂർ പൂരം വെടിക്കെട്ടിന് അനുമതി ലഭിച്ചതോടെ തട്ടക നിവാസികളും പൂരപ്രേമികളും ആഹ്ലാദത്തിൽ. വെടിക്കെട്ട് മികച്ച രീതിയിൽ തന്നെ നടത്തുമെന്ന് ദേവസ്വങ്ങൾ. തൃശൂർ പൂരത്തിന് വെടിക്കെട്ടടക്കമുള്ള ചടങ്ങുകൾ നിയമപ്രകാരം നടത്താൻ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി വി.എസ്. സുനിൽകുമാർ. തൃശൂർ പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ജില്ലയിലെ 3 മന്ത്രിമാരെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും സുനിൽകുമാർ. പാചകവാതക വില കുറഞ്ഞു. സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറിന് 96 രൂപ 50 പൈസയും സബ്സിഡിയുള്ള സിലിണ്ടറിന് വില 91 രൂപയും കുറച്ചു. ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭരണഘടനാപരമായി പ്രവർത്തിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ. ജില്ലാതലത്തിലും മണ്ഡലതലത്തിലും സോഷ്യൽ ഓഡിറ്റ് കൊണ്ടുവന്ന് അഴിമതിരഹിതമാക്കുമെന്നും മന്ത്രി. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ കടയടപ്പ് സമരം തുടങ്ങി. ഭക്ഷ്യസുരക്ഷാ നിയമം കൃത്യമായി പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അനിശ്ചിതകാല സമരം. തൃശൂർ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവരെ വഞ്ചിച്ചതായി ആക്ഷേപം. പണം നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി 300ഓളം നിക്ഷേപകർ രംഗത്ത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്കത്ത് ജ്വല്ലറി, Joya Lucas.